നമസ്കാരം. 2029 നമ്മുടെ ഭാരതത്തിൻ്റെ പട്ടായ പ്രിയനെ അല്ലെങ്കിൽ പട്ടായ നേതാവിനെ പ്രധാനമന്ത്രിയാക്കുമെന്നാണ് നമ്മുടെ വാർ റൂം KC വേണുഗോപാലിൻ്റെ അവകാശവാദം 2029 പൊതുതിരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ ഒരു അവകാശവാദത്തെ ഒരു പരിഹാസപൂർവ്വം കാണുന്നവർ പലരുമുണ്ട്. ശരിയാണ്, അടിസ്ഥാനപരമായിട്ട് സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഇദ്ദേഹത്തെ, അതായത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവിനെ പ്രധാനമന്ത്രിയാക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു സാമാന്യബോധമുള്ള സമ്മതിദായകരത് ചെയ്യുവാൻ സാധ്യതയില്ല. പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നേതാവിൻ്റെ ഒരു ഗുണവിശേഷമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യത, അതൊന്ന് സ്ഥിരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഔദ്യോഗിക ആഘോഷം ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, AICCയിൽ ആസ്ഥാനത്ത് ദില്ലിയിൽ നടന്ന അവരുടെ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ സംഭവിച്ചതെല്ലാം പ്രേക്ഷകർ ഇതിനോടകം കണ്ടു കഴിഞ്ഞത് ആണ്. തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിരുന്നു. വന്ദേമാതരം ആലപിച്ചപ്പോൾ അത് തടസ്സപ്പെടുത്തുവാൻ സോണിയാഗാന്ധി ശ്രമിക്കുന്നതും എന്നാൽ വന്ദേമാതരം പൂർണ്ണമായി അവിടെ ആലപിക്കപ്പെടുന്നതും അതിനെ സംബന്ധിച്ചും KC വേണുഗോപാൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. വന്ദേമാതരവും ദേശീയ പതാകയും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള വിഷയങ്ങളാണ്. അവിടെ AICC ആസ്ഥാനത്ത് നടന്നത് ആശയവിനിമയത്തിൽ സംഭവിച്ചൊരു പാളിച്ചയാണ്. ആശയവിനിമയത്തിൽ സംഭവിച്ചൊരു പാളിച്ച തന്നെയാണ്. കാരണമെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വന്ദേമാതരം എന്നുള്ളത് പെട്ടെന്ന് ആലപിക്കുവാൻ സാധിക്കുന്നൊരു ഗീതമല്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഔദ്യോഗിക ചടങ്ങുകളിൽ ഒരുപാട് റിഹേഴ്സലുകൾ വേണ്ടി വരും. അതിന് ആ റിഹേഴ്സലുകൾ നടന്നപ്പോൾ പൂർണ്ണമായും ആ ഗീതം അവിടെ ആലപിച്ചു എന്നുള്ളത് ഉറപ്പാണ്. തന്നെയുമല്ല, ജയറാം രമേശിനെ പോലുള്ളവർ കസേര ചോദിച്ചതാണ് സോണിയാഗാന്ധി എന്നുള്ള ക്യാപ്സ്യൂൾ ഇറക്കുന്നതിനോടൊപ്പം തന്നെ പൂർണ്ണമായും ഞങ്ങൾ ഗീതം ആലപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ രാജു P. നായരെ പോലുള്ള പെട്ടിചുമപ്പുകാർ അതിന് ന്യായീകരണം പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം അവരുടെ ഇടയിലുള്ള ഈ പറഞ്ഞ ആശയവിനിമയത്തിലുണ്ടാകുന്ന പാളിച്ചകൾ, അത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷേ പ്രേക്ഷകർ കാണാത്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാനൊന്ന് പ്രേക്ഷകരെ കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് വന്ദേമാതരം നമ്മൾ പാടാറില്ല, അത് നമ്മുടെ ഗീതമല്ല, നമ്മുടെ ഗീതം വേറെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ആ പരിസരത്തോ അദ്ദേഹത്തിൻ്റെ ദേഹത്തോ ഉണ്ടായിരുന്ന മൈക്ക് അദ്ദേഹം അറിയാതെ പിടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സംസാരമാണ്. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാവ് വന്ദേമാതരം തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിന് ശേഷം അവിടുത്തെ സേവാദൾ പ്രവർത്തകരോട് അദ്ദേഹം കയർക്കുന്നതോ അല്ലെങ്കിൽ അവരോട് ഉപദേശരൂപേണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ദേശീയ ഗീതം നമ്മുടെ ഗീതമല്ല എന്നുള്ള തരത്തിൽ പെരുമാറുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വെളിവായി വരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്കൊരു ദേശസ്നേഹമുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആര് പ്രധാനമന്ത്രിയാക്കാൻ ഒരുമ്പെടില്ലയോ അവർക്ക് തന്നെ മനസ്സിലാകും, സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാകും ദേശസ്നേഹവും രാഹുൽ ഗാന്ധിയുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ എന്ന്. ഇതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ KC വേണുഗോപാലിനെ പോലുള്ളവർ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുകയും ഇന്ത്യ സഖ്യം ശക്തമായി തിരിച്ചു വരികയും എന്നുള്ള അവകാശവാദങ്ങളെല്ലാം നിരത്തുന്നു. അതിനെയെല്ലാം പരിഹാസരൂപേണ കാണുമ്പോഴും ഗൗരവതരമായി നാം കാണേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില അവരുടെ തീരുമാനങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സിന് അധികാരം തിരികെ പിടിക്കുവാനായി രാജ്യത്ത് എന്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും അവർ ഒരുപക്ഷെ മടിക്കില്ല. അടിസ്ഥാനപരമായി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം പാറ്റാ സമരം ആഭാസമായി മാറി രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കാട്ടിക്കൂട്ടിയ സമരാഭാസങ്ങളും എല്ലാം നാം കണ്ടതാണ്. ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ നിരന്തരമായി ഇനി 2029 വരെ രാജ്യത്തെ തെരുവുകളിൽ സൃഷ്ടിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതിൻ്റെ കൂടിയൊരു അപകട സൂചനയായി KC വേണുഗോപാലിൻ്റെ ഈ വിടുവായത്തം നാം കാണണം. പരിഹാസരൂപേണ മാത്രം കാണരുത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക്
ചുവട് വെച്ച് കയറുന്നു എന്നുള്ളത് വലിയ തമാശയായി നമുക്ക് തോന്നാം. അതൊരു തമാശ തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ ലക്ഷ്യം പ്രാപിക്കുവാനായി അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായി അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ശക്തികൾ രാജ്യത്ത് എന്ത് കുഴപ്പവും ഉണ്ടാക്കാൻ മടിക്കില്ല എന്നുള്ള കാര്യം കൂടി നാം തിരിച്ചറിയണം. അത്രത്തോളം അപകടകരമായൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായി അവർ കൈയാളി വച്ചിരുന്ന 68 വർഷങ്ങളായി അവർ കൈയാളി വച്ചിരുന്ന അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ട് അവരുടെ അസ്തിത്വം തന്നെ ഭാരതത്തിൽ ഇല്ലാതാകുന്നതിൻ്റെ വലിയൊരമർഷം ഈ വ്യാജ ഗാന്ധി കുടുംബത്തിനുള്ളിൽ പുകയുന്നുണ്ട്. അവരുടെ ഇടയിൽ ആ അമർഷം പുകയുന്നത് കൊണ്ട് തന്നെ അവരുടെ പിണിയാളുകളുടെ ഇടയിലും ആ അമർഷം പുകയുന്നുണ്ട്. ആ അമർഷം അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് ഭാരതീയരാകരുത്, നമ്മുടെ തെരുവുകളാവരുത്. നമ്മുടെ തെരുവുകൾ അവരുടെ രാഷ്ട്രീയ കളികൾക്കുള്ള കളങ്ങളാകരുത് എന്നുള്ള കാര്യം നാം ഉറച്ച് തീരുമാനിക്കണം. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും ഈ തെരുവുകളിൽ അവർ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം അവരെ ശാരീരികമായി തടയണമെന്നുള്ളതല്ല. അതിന് സാധ്യമല്ല. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുവാനേ സഹായിക്കുകയുള്ളൂ. മറിച്ച് ഓരോ തിരഞ്ഞെടുപ്പിലും, അതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഏതെങ്കിലും സാധാരണ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും സ്കൂളിലേക്ക് നടക്കുന്ന സ്റ്റുഡൻസ് യൂണിയൻ തിരഞ്ഞെടുപ്പിലാണെങ്കിലും UP സ്കൂളിലെ സ്റ്റുഡൻസ് യൂണിയൻ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ ഒരു പാർട്ടിയോടും വ്യാജഗാന്ധി കുടുംബത്തോടും അനുഭാവമുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സമ്മതിദായകർ അവരുടെ വിവേചന ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കുക. ആ വിവേചന ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് പറഞ്ഞു തരാൻ എനിക്ക് അർഹതയില്ല. കാരണം സമ്മതിദാനം എന്നുള്ളത് അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിൽ മാത്രം അടിസ്ഥാനമാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം പറയുന്നില്ല. പക്ഷേ അതിന് തീരുമാനമെടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിച്ചു. അതിൻ്റെ ചില തെളിവുകളും കാട്ടി. ഈ വീഡിയോ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള ചിലരെങ്കിലും ഉണ്ടാകാം. ഇത്തരത്തിലുള്ളൊരു മനോഭാവമാണ് സ്ഥിരമായി നമ്മുടെ പട്ടായ നേതാവ് സൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി, ഏറ്റവും പുതിയ തെളിവായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. കണ്ടിട്ടില്ലാത്തവർ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണുക. ഇപ്പോഴല്ല, ആ വീഡിയോ വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം നമുക്ക്. കണ്ടല്ലോ, ഇതാണ് ഹിന്ദി. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് വന്ദേ മാതരം നമ്മുടെ ഗീതമല്ല, നമ്മുടെ ഗീതം വേറെയാണ്. അതിവിടെ വന്ദേ മാതരം നമ്മളിവിടെ പാടാറില്ല. അതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം. മലയാളത്തിൽ ഒരു ട്രാൻസ്ലേഷനല്ല, അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞു എന്ന് മാത്രം. പദാനുപദ തർജിമയല്ല പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മനോഭാവം ഉള്ളിൽ സ്ഥിരമായി സൂക്ഷിക്കുന്നൊരു വ്യക്തിയെ പ്രധാനമന്ത്രി പദത്തിന് പോയിട്ട് ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ ഒരു സാധാരണ മെമ്പറെങ്കിലും ആക്കുവാൻ സാമാന്യബോധമുള്ള ആരെങ്കിലും മുതിരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഭാരതീയരാണ്. ഭാരതീയർ കുറേ കാലമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ കണ്ട് ചിലരെ അങ്ങ് ഇഷ്ടമാകുമെന്ന് പറയുന്നത് പോലെ എന്ത് ഗുണവിശേഷങ്ങളില്ലെങ്കിലും അല്ലെങ്കിൽ നിർഗുണന്മാരാണെങ്കിലും സ്ഥിരമായി ആ ഒരു വ്യക്തിയെ തന്നെ ഇങ്ങനെ മുൻപിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ നിങ്ങളുടെ മുൻപിൽ അടുത്ത മാർഗമെന്നുള്ള ഒരു ബോധം നമ്മുടെ മുൻപിൽ ആ ഒരു വിത്തായി പാകുവാൻ ഇവരെ അനുവദിക്കരുത്, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത്. കാരണം നിർഗുണനാണ്, ഒപ്പം ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന യഥാർത്ഥ ദുഷ്ടനാണ്, ശുദ്ധനല്ല. ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന ഉള്ളിൽ അമർഷവും പ്രതികാരബുദ്ധിയും രാജ്യദ്രോഹവും രാജ്യവിരുദ്ധതയും നിറഞ്ഞ് പുറത്തേക്ക് വമിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ വ്യാജഗാന്ധി കുടുംബവും. ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് മുൻപ് 2 തവണ പ്രേക്ഷകരെ കാട്ടിയ ആ വീഡിയോ. ഇനി തീരുമാനം ഭാരതീയരുടേതാണ്, സമ്മതിദായകരുടേതാണ്. അവർ തീരുമാനമെടുക്കട്ടെ. KC വേണുഗോപാലിൻ്റെ അവകാശവാദം പൂർത്തീകരിച്ചു കൊടുക്കുമോ അതോ ഭസ്മീകരിച്ചു കൊടുക്കുമോ എന്നുള്ള തീരുമാനം. ആ തീരുമാനം വിവേചന ബുദ്ധി ഉപയോഗിച്ച് കൈക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ അവസാനമായി ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരുവാനായി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെ പ്രസക്തമാണ്. അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.